300 വർഷത്തോളം ഉയർന്നു നിന്ന മതിലുകൾ, ഈ രാജ്യത്തിൻ്റെ താഴ്ചയും ഉയർച്ചയും കണ്ട മതിലുകൾ. ഇന്ന് നമ്മൾ ആ മതിലുകൾക്കുള്ളിൽ ഒരു യാത്ര നടത്തുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോണത് ഫുജേറയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ ടാക്സിയിൽ കയറി നമ്മൾ നേരെ ഫുജേറ ഫോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പോണ വഴി തന്നെ നമുക്ക് UAEയിലെ രണ്ടാമത്തെ വലിയ പള്ളിയിൽ ആ റോഡ് വഴി പോയി നേരെ എത്തിച്ചേർന്നത് ഫുജേറ ഫോർട്ടിൻ്റെ എൻട്രി. എത്തിച്ചേർന്ന സ്ഥലത്ത് തന്നെ ഈ വലിയ ഫോർട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഷോപ്പ്. നമുക്കങ്ങനെ നേരെ ഫുജേറ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ പോണ വഴി തന്നെ ഈ ഫോർട്ടിനെ പറ്റി അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കിയ ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് വെപ്പണൊക്കെ അവർ വയ്ക്കണ സ്ഥലം. ഈ ഫോർട്ടിൻ്റെ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്യണ സ്ഥലം. എന്താ ഇവിടെയാണ് ഷൂട്ടിംഗ് ഹോൾസ്. ഇതുവഴിയാണ് അവർ എയിം ചെയ്യണതെന്ന് തോന്നുന്നു. ഇതാണ് ഫോർട്ട്. പോണ വഴി നോക്കിയോ, ഇതാണ് ഒരു സൈഡിൽ ഒരു ഫോർട്ടിൻ്റെ ഒരു ഏരിയ. നല്ല സൂപ്പർ സ്ഥലം, നല്ല പഴയ സ്ഥലങ്ങളെ പോലത്തെ പഴയ വീടുകളൊക്കെ പോലത്തെ. മേളിലോട്ട് കയറിയാണ്. ഭയങ്കര കുത്തനെ കയറ്റം പോലെയാണ് ഈ സ്ഥലം. അമ്പോ, എത്തിയ സ്ഥലം കാണിച്ചു തരാം. എന്താ ഇതിനെ മണ്ടേ വയ്ക്കുമ്പോൾ ഫുള്ള് ഫുജേറ സിറ്റി മൊത്തം ഫുള്ള് സർക്കിളായിട്ട് കാണാം. ഇതിൻ്റെ മണ്ടേ വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. എന്താ, ഇതാണ് ഫുജേറ സിറ്റി. എല്ലാ സൈഡും നമുക്ക് ഫുള്ളൊരു റൗണ്ടായിട്ട് കാണാം. ഇവിടെ പണ്ട് ഈ ഫോർട്ട് നിന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ കുടില് പോലത്തെ സ്ഥലങ്ങളാണ്. അത് താഴോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവും. ഇപ്പം മേളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയെന്നുള്ള രീതി കാണിച്ചു തരാം. ഈ ഫോർട്ട് ഉണ്ടായിരുന്ന ടൈമിൽ ഇവിടെയാണ് ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ. നല്ല ചൂടുണ്ട്, പക്ഷെ ഇന്ന് നല്ല ചൂടാണ്. ഇനി താഴോട്ട് തിരിച്ചിറങ്ങണ വഴി കാണിച്ചത്. എന്താ കാണാമോ, ഇങ്ങനെയാണ് ഇറങ്ങാൻ. തലയൊക്കെ തട്ടും, തല തട്ടാതെയാണ് നമുക്ക് ഇറങ്ങാൻ. ഇതിൻ്റെ വലിപ്പം ഇത് കണ്ട ഒരാൾ പോലുള്ള വഴിയേ ഉള്ളൂ ഈ പോണ വഴിയൊക്കെ. പ്രോസസ്സിങ് ഏരിയ. ഇവിടെ ഒരു സ്മെല്ലുണ്ട്, പക്ഷെ ഇതാണ് പ്രിസൺ. ഇവിടുത്തെ തടവറയാണിതാ പ്രിസൺ. പണ്ട് കാലത്തെ പ്രിസണാണിത്. ഇത് കറക്റ്റ് എന്തിൻ്റെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇതാ ഒരു ഡേറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ കറക്റ്റ്, അതിൻ്റെ മീനിങ് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഒരു പ്രിസൺ കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരേ ഒരു വിൻഡോ ആണ് ഇതാ ഇത്. ഇതൊക്കെ പണിതിട്ട് ഇത്രയും വർഷമായി, എന്നിട്ടും കാണാനൊക്കെ ഇപ്പോഴും നല്ല രസമാണെന്ന് അറിയുമ്പോഴാണ് ഇതാ ഓരോ ചുവരുകൾ ഇവരെന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പണിയണമായിരിക്കും. പക്ഷെ എന്നാൽ ഇപ്പോഴും ആ സ്ട്രക്ചറും അതിൻ്റെ ഓരോ ഡിസൈനുകളും നല്ല രസമുണ്ട് കാണാൻ. ഈ കാലഘട്ടത്തിലും
നല്ല രസമുണ്ട് അതിൻ്റെ അത് കാണാൻ. ഇനി നമ്മൾ പോണ ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ കുറച്ച് ഭാഗം കാണാനാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. ഇവിടെ എപ്പോഴും ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് വേപ്പ് മരം എപ്പോഴും ഇവിടെ കൂടുതലാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിലൊക്കെ ഉള്ള വീട് പോലെ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ സ്ഥലമാണിതാ. പോണ വഴി തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഓഹ്, ഇതായിരുന്നു പണ്ടത്തെ ടൈപ്പ് വീടുകൾ. ഇവരെ സ്ഥലം, വീട്, ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളും ഇവരെ ഏരിയയൊക്കെ ഇങ്ങനെയായിരുന്നു പണ്ട്. ഇവിടെ ഒരു ചെറിയ കിണർ പോലത്തെ സ്ഥലം. ഇത് കിണറാണെന്ന് അറിഞ്ഞൂടാ പണ്ടത്തെ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ. അതാ ഇത് കണ്ടോ, ചെറിയൊരു കിണർ പോലത്തെ സ്ഥലം. പണ്ടത്തെ അവർ യൂസ് ചെയ്യണ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ. പണ്ട് കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരിക്കും. ഇവിടെ നേരത്തെ കണ്ടതിൻ്റെ പോലത്തെ ഒരു സ്ഥലം കണ്ടിരിക്കുകയാണ്. കിണറാണ്, കുഴിയാണ്, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഒരു പൂള് പോലെ, ചെറിയ പോണ്ട് പോലെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതാ കാണിച്ചു തരാം. ഇത് പണ്ടത്തെ കിണറായിരുന്നെന്ന് തോന്നുന്നു. ഓ, നല്ല ആഴമുണ്ട്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കണ്ട ഈ പോണ്ടിലോട്ട് ഇറങ്ങി നോക്കാം. എന്താ, ഇങ്ങോട്ട് ഇറങ്ങിയാണ്, നോക്കി നോക്കട്ടെ. എല്ലാ പ്രാവുകളോട് പറക്കണം. പ്രാവിൻ്റെ മുട്ടയൊക്കെ ഉണ്ട്, കാണാമോ? അതോ പ്രാവ് മുട്ടയിട്ട് ഇവര് പ്രാവുകളിപ്പോൾ താമസിക്കുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്ത് പ്രാവിൻ്റെ മുട്ടകൾ വെച്ചിട്ടുണ്ട്, ഓരോ ഹോളിലതോ കാണാമോ? ഇവിടെയൊക്കെ അതാ പ്രാവ് മുട്ടയിട്ട് വെച്ചിങ്ങനെ, അവിടെയും പ്രാവ് മുട്ടയിട്ട് വെച്ചിങ്ങനെ. ഇത്രയും താഴ്ചയിലാണ് നിൽക്കണത്. ഇവിടുത്തെ പണ്ടത്തെ കുളമോ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ചെറിയ പോണ്ട് പോലെ എന്തോ ഉണ്ടാക്കി വയ്ക്കുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടാ. തിരിച്ച് കയറാം. നല്ല കുത്തനെ ഇറക്കുമായിരുന്നു. അപ്പോൾ ഓ, അങ്ങനെ എത്തി. നമ്മളെ മതില് പോലെ മെയിൻ റോഡാണെന്ന് തോന്നുന്നത് ഈ സ്ഥലം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത വീടുകളിലെ സ്ഥലങ്ങളായിട്ട് നിൽപ്പുണ്ട്. കണ്ട, ഇതൊരു വീടിൻ്റെ ഫുൾ ഏരിയ പോലെയാണെന്ന് തോന്നുന്നു. ഇവിടേക്ക് ഇപ്പോഴാണെങ്കിലും താമസിക്കാനുള്ളൊരു ഫീല്, നല്ല രസമുള്ള സ്ഥലങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയുള്ള ഇതുപോലത്തെയൊക്കെ സ്ഥലങ്ങളിൽ താമസിക്കാൻ നല്ല ഫീലായിരിക്കും. ഇതുപോലെ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ, നമ്മൾ വെള്ളമൊക്കെ പോണ ഒരു സ്ഥലം പോലെ. ഇവിടെ വെള്ളവും കൂടെ പോയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. കാണിച്ചു തരാം. എന്താ കാണാമോ? ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ സ്ഥലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ഒരു പഴയ വീടിൻ്റെ അകം കയറി നോക്കി നോക്കാം. ബാ, ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഓ, ഇവരെന്തായാലും പണി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത്. ഇത്രയും വർഷം ഇതുപോലെ നിർത്തിയിട്ടില്ല. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് ഇവർ ഇതിൽ തന്നെ. എന്നാലും കാണാൻ കൊള്ളാം. ഇത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ പഴയ ഫ്രെയിമും ഇതുമെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടുത്തെ ഒരു പഴയ മസ്ജിദാണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. ആ കാലഘട്ടത്തിലും ഇവർ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇതാണ് എൻട്രൻസ്. ഇതാണ് ഇവിടെ വെളിയിൽ എഴുതിയിരുന്നതാണ്. പഴയ മസ്ജിദാണെന്ന് തോന്നുന്നു ഇവിടെ പ്രേയിങ് ഹാള്. നേരത്തെ കണ്ടില്ലേ ഒരു ചെറിയ പോണ്ട് പോലത്തെ? ആ സ്ഥലത്തിൽ വെള്ളമുള്ള സ്ഥലമാണ്, വെള്ളമുള്ള കിണർ പോലത്തെ സ്ഥലമാണ്. ഇത് ഒരു പൈപ്പൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മോട്ടറൊക്കെ വെച്ച് ഫുള്ള് വെള്ളം നിറച്ചിട്ട്. ഇത് ഇവരിപ്പോൾ ആ ഏരിയ മാത്രമാണ് നിറച്ചത്. ഇത് പണ്ടും ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ചിലപ്പോൾ പണ്ട് ഇതുവരെ ഫുള്ളായിട്ട് ഇത് മൊത്തം നിറഞ്ഞ് ആ പടിയിലേക്ക് വെള്ളം കാണുമായിരിക്കും. പണ്ടത്തെ ആൾക്കാർ അവിടെ നിന്നായിരിക്കും വെള്ളം എടുക്കുന്നതും. ഇവർ ചെറിയ പോണ്ട് പോലത്തെ സ്ഥലം ഇതായിരിക്കും മിക്കവാറും. നമ്മൾ ഇവിടെ നിന്ന് ഈ വില്ലേജിൽ നിന്ന്, ഈ ഫോർട്ടിൻ്റെ ഏരിയയിലുള്ള വില്ലേജിൽ നിന്ന് ഫോർട്ട് എങ്ങനെയാണ് കാണുന്നത് കാണിച്ചു തരാം. അതാണ് ഫോർട്ട്.
ഫുജറ ഫോർട്ട് നമ്മൾ ഫുള്ളായിട്ട് കറങ്ങിയെടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും അവരെ പഴയ കാലഘട്ടത്തിലുള്ള അവരെ ഒരു കൾച്ചറും ഇതുമെല്ലാം അവർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അതും ₹1 ടിക്കറ്റ് ഇല്ലാതെ ആർക്ക് വേണോ എവിടെ നിന്ന് വേണോ UAE എവിടെ നിന്നാണെങ്കിലും വന്ന് ഇവിടെ ഫ്രീ ആയിട്ട് കയറി ഈ സ്ഥലങ്ങൾ മൊത്തം കാണാൻ പറ്റും. ₹1 മുടക്കണ്ട. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്. വൈകിട്ട് അടുപ്പിച്ച് വന്നാൽ കുറച്ച് വെയിൽ കാണുമെങ്കിലും കുറേ കഴിയുമ്പോൾ ഇത് വെയിലൊക്കെ താരും. ഇവിടെ ഇരുട്ടുമ്പോൾ നല്ല ഫുള്ള് ഇതിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരിക്കും കാണാൻ. രാത്രിയാകുമ്പോൾ ഇവർ ലൈറ്റ് ഓൺ ചെയ്യും. അപ്പം ഇന്നത്തെ UAE എക്സ്പ്ലോറിങ്ങിൻ്റെ ഫുജറ ഫോർട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ